സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം, ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭവം, അതെ, രസം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് രസം തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രസം തയ്യാറാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 13 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി, 15 ചെറിയുള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 നുള്ളു കായപ്പൊടി, കറിവേപ്പില, 2 വറ്റൽമുളക്, 2 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി, മല്ലിയില, ആവശ്യത്തിന് വെള്ളം. ഇനി രസം തയ്യാറാക്കാനുള്ള കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയെല്ലാം നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. ഇനി രസം തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി സ്റ്റൗവിന് മേലേക്ക് വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തക്കാളിയുടെയും പച്ചമല്ലിയുടെയും മല്ലിച്ചെപ്പിൻ്റെയും ഒക്കെ മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറും. എടുത്തു വെച്ച പുളിയിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ രസം കാണാൻ തന്നെ നല്ല കളർഫുൾ ആയിട്ടില്ലേ? ഇതിൽ നിന്ന് ചൂടോടെ ഒരു ഗ്ലാസ് രസം എടുത്ത് കുടിച്ചാൽ നമ്മുടെ ഡൈജഷൻ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. അങ്ങനെ ഇവിടെ രസം തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുങ്ങനെ, അതായത് ഇത് തനിച്ചും നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാവുന്നതാണ്. ഇനി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും രസം തയ്യാറാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള റെസിപ്പീസുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.